ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്തുതിയും മഹത്വവും നിങ്ങൾക്കെല്ലാവരോടും ഞങ്ങൾ പേശിയിടുന്നു. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന പെരിയ കാര്യത്തെ നമുക്ക് ഓർക്കുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഇടം നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എപ്പിസോഡ് 39 നമ്മൾ പോവുകയാണ്. എപ്പിസോഡ് 39, 38 എപ്പിസോഡ് നമ്മൾ മുടിച്ചാച്ച. ഇന്ന് 39ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് എഫെസ്യ ലേഖനം 5 അധ്യായം 16 വാക്യം മുതൽ താൻ നമ്മൾ വാസിക്കുന്നത്. എന്നാ 16 വാക്യത്തിൽ ആകിയ 16 വാക്യം, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ദുഷ്കാലം എന്ന് ചൊല്ലിയാൽ ഇത് എൻഡ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ ഇത് അവസാന നിമിഷങ്ങളായിരിക്കെ, അതായത് ആണ്ടോർ വരുവാനുള്ള സമയം അടുത്തിരിക്കെ. ആണ്ടോർ വരുവാനുള്ള സമയം അടുത്തിരിക്കെ കൊണ്ട് നമ്മൾ എന്നാ പണണം? നമ്മൾ പണ്ണുന്നത് എത്രയും ശീഘ്രം നമ്മൾ പണിടണം. നമ്മൾ എത്രയും ശീഘ്രം നമ്മൾ പണിടാതിരുന്നു എന്നെ പറ്റിയിരിക്കും. കാലം മുടിഞ്ഞിടുമ്പോൾ എന്നെ പറ്റും? നമ്മൾ ഇങ്ങെ ഈ ലോകത്തിലെ നമ്മൾ ഇരിക്കേണ്ടി വരും. നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ യാത്ര എങ്ങോട്ടാ? സ്വർഗത്തിലേക്കുള്ള യാത്ര. നമുക്ക് സ്വർഗത്തിലേക്ക് യാത്ര നമുക്ക് വഴി ഒരുക്കിയാച്ചേ. ആ വഴിയിൽ നമ്മൾ എന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആണ്ടവർ നമ്മളോട് ഇങ്ങനെ ചൊല്ലിയിരിക്കുക. അതാണ് നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ ഞാൻ വാസിച്ച് പഠിച്ചത്, എനിക്ക് മനസ്സിലാക്കിയത്. അതാണ് നിങ്ങളോട് ഞാൻ ചൊല്ലുന്നത്. ഇതിനകത്ത് അതുകൊണ്ട് ഇങ്ങനെ 16ാം വാക്യത്തിൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക, ഇത് ദുഷ്കാലം, അതായത് അന്ത്യകാലത്തിൽ നമുക്ക് വാസിച്ചു കഴിഞ്ഞാൽ, വചനത്തിൽ നിന്ന് വാസിച്ചാൽ നമുക്ക് ഇങ്ങനെ എല്ലാമേ പ്രോബ്ലം, നമുക്ക് എതിർപ്പ് ജാസ്തി. നമ്മൾ ചൊല്ലുന്നത് ആൾക്കാർക്ക് പിടിക്കാതെ, ആണ്ടവരെ വെറുത്ത കാലം, ആണ്ടവരെ പാക്കാത്ത കാലം, ആണ്ടവർക്ക് വേണ്ടാത്ത കാലം, അവർക്ക് ആണ്ടവരെ തേവപ്പെടാത്ത കാലം, അപ്പടിയുള്ള കാലത്തിൽ ആണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് ആണ്ടവരെ ആരെങ്കിലും കേൾക്കുക? ആരും ആണ്ടവരെ പറ്റി കേൾക്കാതെ, ആണ്ടവരുടെ വചനം ആരെങ്കിലും കേൾക്കാതെ, അവർക്ക് കേൾക്കേണ്ട, അവർക്ക് കേൾക്കുന്നത് അവർക്ക് പുടിയാതെ, അവർക്ക് എന്നാ വേണം? അവരുടെ ഇഷ്ടപ്രകാരത്തിന് അവർക്ക് ജീവിക്കണം. അവരുടെ എല്ലാ ചിത്തവും എന്നതാ? അവർ ചെയ്യുന്നതെല്ലാം ശരിയ, ബാക്കിയെല്ലാം തപ്പ്. അതുകൊണ്ട് അവർ ആണ്ടവർക്ക് ആണ്ടവരെ പാക്കാൻ വേണ്ടി അവർ മലയിലും കുന്നിലും കാട്ടിലും മേളിലും എല്ലാം പോയിടും. ആണ്ടവരെങ്കിരിക്കെ ഞാൻ നിങ്ങളോട് ചൊല്ലിയാച്ച, ആണ്ടവർ നമ്മുടെ ഉള്ളിലിരിക്കെ, അവൻ നമ്മുടെ ഉള്ളിലെ വന്നിരിക്കെ. അവൻ നേരത്തെ നമ്മൾ പഠിച്ചാച്ച. അന്നേരം ആണ്ടവർ നമുക്ക് ഇത് പുടിയണം. നമ്മൾ ദുഷ്കാലത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ ദുഷ്കാലത്തിൽ നിന്നാൽ ഇത് ചീത്തയായ അവസരത്തിലാണ്. 17ാം വാക്യത്തിൽ എന്നാ ചൊല്ലുന്നത്? ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ നമുക്ക് എന്നാ പാക്കണം? കർത്താവിൻ്റെ ഹിതം എന്ന് നമുക്ക് പാക്കണം. അതുതന്നെ ബുദ്ധിഹീനരാകാതെ, അതായത് നമ്മൾ ബുദ്ധിയില്ലാത്തവരായി തീരാതെ. നമുക്ക് ഇത് ദുഷ്കാലമാണെന്ന് നമുക്ക് തിരിയും. എന്നാൽ ഈ ദുഷ്കാലത്തിൽ നമുക്ക് ബുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കേണ്ട ആവശ്യമായിരിക്കും. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ, ബുദ്ധി ഇല്ലാത്തവരാകാതെ നമ്മൾ എന്നാ പണണം? ആണ്ടവർക്ക് ചിത്തമായത് ചെയ്യണം. അതാണ് ഇങ്ങനെ ചൊല്ലിക്കുക. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതാകുന്ന ഗ്രഹിച്ചോളി. അതുകൊണ്ട് നമുക്ക് എന്നാ പാക്കണം? ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. ആണ്ടവരുടെ ചിത്തം എന്നതാ? ആണ്ടോട് നമ്മൾ നേരത്തെ വാസിച്ചാച്ചേ. എന്നെ ആണ്ടോട് ചിത്തം, ആണ്ടോടെ വചനം മറ്റുള്ളവരോട് ചൊല്ലുക. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ അന്യരും പരദേശികളുമാണ് താൻ. നമ്മൾ ഈ ലോകത്തിലെ ഒരു വഴിസഞ്ചാരി താൻ. ഈ ലോകത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുക. അത് നമ്മൾ പോകുമ്പോൾ എന്നെ ചൊല്ലണം? ആണ്ടവരുടെ രാജ്യത്തെപ്പറ്റി ചൊല്ലണം. ആണ്ടവർ രാജ്യം ഏത്? സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തെപ്പറ്റി ചൊല്ലണം. എന്ത് സ്വർഗരാജ്യത്തെപ്പറ്റി എന്നാ ചൊല്ലുക? ഈ ഭൂമിയിൽ ഇതെന്ത് നരകരാജ്യം, ഇത് സ്വർഗരാജ്യമല്ല. ഈ നരകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇത് കൊഞ്ച ടൈം താൻ നമുക്ക് കിടക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പാടും പ്രയാസവും ദുഃഖവും എല്ലാം താൻ നിറഞ്ഞിരിക്കുന്നത്. ഈ കഷ്ടപ്പാടും ദുഃഖത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ വഴിസഞ്ചാരി ആകുമ്പോൾ നമ്മൾ എന്നാ പണണം? നമ്മൾ ബുദ്ധിമാന്മാരായിട്ട് നമുക്ക് എന്നാ പണണം? ആണ്ടവരെ പറ്റി പേശിയിടണം.
ஆண்டவரை பற்றி சொல்லணும். ஆண்டவர் நமக்கு வேண்டி என்ன செய்த, அது மட்டும் அல்ல, நம்ம மற்றுள்ளவரே ஆண்டவரோட பக்கத்திலேயே கொண்டு வரணும். அது சரிதான், அவர் அது கேட்காது, இது துஷ்காலம் தான், அவர் அது கேட்காது. പക്ഷേ നമ്മുടെ വേല എന്നതാ, നമ്മൾ വചനം சொல்லிடுவா, அவரோடு சொல்லிவிட, நம்ம புத்தியோட அது புத்தியோட செய்யணும். நம்ம புத்தி எப்படி கிடைக்கும்? நமக்கு புத்தி கிடைக்கும் ஆண்டோட வசனம் படிக்கும் தான் புத்தி கிடைக்கும். அதனால் புத்தியோடு கூட வேணும் நமக்கு என்ன பண்ணணும், ஆண்டோட வசனம் சொல்ல. நம்ம புத்தி இல்லாத நம்ம ஆண்டோட வசனம் നമുക്ക് പേശ முடியாது. അതുകൊണ്ട് ആണ്ടോட വചനം നമ്മൾ കേൾക്കണം. ഇതിൽ അതുകൊണ്ട് ഇങ്ങനെ നീ ബുദ്ധിമാന്മാരായി ആണ്ടവരുടെ ചിത്തവന്ത നീ ഗ്രഹിക്കണം, അല്ലെങ്കിൽ നീ അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നീ നിനക്ക് അത് തപ്പോ ശരിയോ എന്ന് നമ്മൾ മാറ്റി അത് ആണ്ടവർക്ക് ചിത്തത്തിനനുസരിച്ച് നമുക്ക് ആണ്ടവർ മറ്റുള്ളവരോട് പേശണം എന്ന് ഇങ്ങനെ ചൊല്ലിയിടുക. 18 വാക്യത്തിൽ എന്നാണ് ചൊല്ലുക, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. ഇങ്ങനെ ചൊല്ലുക, നിങ്ങൾ ഇപ്പം ഈ ലോകത്തിൽ ഇപ്പം വീഞ്ഞ ഇഷ്ടം പോലെ കിടക്കും, അതായത് കള്ള് ഇഷ്ടം പോലെ കിടക്കും. എங்கே ഇപ്പം இந்த വേളയിൽ നമ്മൾ ഈ ഉലകത്തിൽ பார்த்து കഴിഞ്ഞാൽ എൻ്റെ കൂടെ വേല പണുന്ന ആൾക്കാർ അവർ കാലം മുതൽ സായങ്കാലം വരെ വേല പണിക്കഴിഞ്ഞാൽ പൈസ കിടക്കുമ്പോൾ എന്നാ പണമെന്നറിയുമോ, നേരെ കള്ള് ഷോപ്പിൽ പോയിടും, അല്ലെങ്കിൽ ചാരായ ഷോപ്പിൽ പോയിടും, അരക്ക് ഷോപ്പിൽ അവർ പോയിട്ട് എന്നാ പണം, അവർ കിട്ടിയ പൈസ മുഴുവനും എന്നാ പണം, കള്ള് വാങ്ങിയിടും അല്ലെങ്കിൽ വൈൻ വാങ്ങി അവർ അത് ഷാപ്പിട്ട് അവർ ആ ലഹരിയിൽ നടന്നിടും. അവൻ്റെ ഭവനമേ അവൻ നോക്കാതെ അവന് ഭാര്യ കിടക്കേ, അവന് പിള്ള കിടക്കേ, അവൻ്റെ സ്വന്തക്കാരിരിക്കെ, അവരുടെ അമ്മയപ്പനിരിക്കെ, അവരെ ഒന്നുമേ പാക്കാതെ കിട്ടുന്ന കാലം മുതൽ സായങ്കാലം വരെ വേല പണിയാൽ കിട്ടുന്ന പൈസ എന്നാ അവൻ എங்கே കൊണ്ട് കൊടുക്കുക, നേരെ പോയി കള്ള് ഷാപ്പിൽ കൊടുക്കുന്നത്. അതായത് ആരാക്ക് ഷാപ്പാൻ വേണ്ടി, അല്ലെങ്കിൽ അതായത് ചാരായം ഷാപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ കള്ള് ഷാപ്പിടാൻ വേണ്ടി അവൻ എന്നാ പണുക, കള്ള് ഷാപ്പിലേ പോയിടുക. അതുതാണ് നമ്മുടെ നിനക്ക് தெரியுமா, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് എന്തിനു കിടക്കുന്നത് தெரியுமா? ഏറ്റവും കൂടുതൽ ടാക്സ് കിടക്കുന്നത് കള്ളിന് താൻ. ഇത്രയും കൂടുതൽ ടാക്സ് കൊടുത്ത് ഈ കള്ള് വാങ്ങി നമ്മൾ എന്നാ പണുക, ഒരു കൊഞ്ച നേരത്തെ നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഷാപ്പിടാം. സന്തോഷം കിടക്കുമോ? നീ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നീ എங்கே പോയിടും? നേരെ പോയി നീ ചാലിലെ പോയി വീണിടും. നിനക്ക് ചൊല്ലുന്ന നിനക്ക് പൊളിയാതെ നീ ആടി നടന്നിടും. നിനക്ക് തിരിയാതെ നീ എங்கே പോവാ, നിൻ്റെ വീട്ടിലാ പോകുന്നത് നിനക്ക് തിരിയാതെ. നിനക്ക് കള്ള് കുടിക്കുമ്പോൾ നമുക്ക് സാത്താൻ പിശാച് നമ്മളെ വഴിതെറ്റിച്ച് അവൻ്റെ ചിത്തത്തിനനുസരിച്ച് നമ്മളെ നടത്തിയിടും. അതാണോ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നീ കള്ള് കുടിച്ച് മത്തരാവത്, അതായത് നീ കള്ള് കുടിച്ചിട്ട് നീ അപ്പടി ഡങ്കഡ് അല്ലെങ്കിൽ നീ അപ്പടിയെ കറങ്ങി നടക്കാതെ എന്ന് ചൊല്ലുക. കള്ള് കുടിച്ച് മത്തരാകരുത്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. നീ അപ്പടി കുടിച്ചാൽ എന്നാ പറ്റും? ദുർനടപ്പുണ്ടാവും. അതായത് നീ തപ്പ് പണ്ണും. അതായത് ആണ്ടവരെ ഇങ്ങ് വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ, നീ കള്ള് കുടിച്ചാൽ അല്ലെങ്കിൽ നീ ഷാപ്പിട്ടാൽ എന്നെ തണ്ണി മോന്തിയാൽ എന്നാ പറ്റും? തണ്ണി മോന്തിയാൽ നിനക്ക് നീ മത്തരായി കഴിഞ്ഞാൽ എന്നാ പോകണം, നീ ദുർനടപ്പ് പാക്കും. അന്നേരം എന്നാ പറ്റുമെന്നറിയാം, ഒരുത്തൻ കൂടെ പക്കത്തിലൂടെ പോവാ, അവൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊന്നിട്ട് അവൻ്റെ പൈസ എടുത്തിടും, അല്ലെങ്കിൽ അവൻ അടിച്ച് അവൻ്റെ പൈസ എടുത്തിടും. എന്നിട്ട് എന്തോ ആ പൈസ എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവന് വേണ്ടിയല്ല, അവൻ പിന്നെയും കള്ള് ഷാപ്പിൽ പോയി അവൻ പിന്നെയും കള്ള് കുടിച്ചിടും, അല്ലെങ്കിൽ തണ്ണി ഊത്തിയിടും. அப்படி ஊற்றிட்டு കഴിഞ്ഞാൽ നമുക്ക് എപ്പടി ആണ്ടവരുടെ പക്കത്തിൽ നമുക്ക് പോകാൻ പറ്റും? നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി നമുക്ക് വേണ്ട. നമുക്ക് എங்கே പോകാനുള്ള വഴിയാണ് വേണ്ടത്? നരകത്തിലേക്ക് പോകാനുള്ള വഴി ഇതാണ് നമ്മൾ പാക്കുന്നത്. നമ്മൾ എപ്പോഴും എங்கே പോകണം? നരകത്തിൽ പോകണം. അത് നമ്മുടെ മനസ്സിലെ അവർക്ക് ബോധം വരുമ്പോൾ അവരുടെ നീ നരകത്തിൽ പോകാൻ പോകണോ സ്വർഗത്തിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷെ പോകാൻ മുടിയാതെ. എപ്പോഴും പോകാൻ മുടിയും? നീ പാവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോകാം. ദുഷ്കർമ്മങ്ങൾ മുഴുവനും പണുന്നത് നീ ഈ കള്ള് കുടിച്ച്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അതുകൊണ്ട് നമുക്ക് എന്നാ പണണം? ആത്മാവ് നിറഞ്ഞവരായി നമ്മൾ ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആണ്ടവർ എங்கே വന്നിടും?
ആണ്ടവരുടെ ഹൃദയത്തിൽ വന്നിടും. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരും. ഞാൻ നേരത്തെ ഞാൻ ചൊല്ലിയാച്ചേ എന്നാ ചൊല്ലിയാൽ നമ്മൾ ആണ്ടവരുടെ മന്ദിരമാണ്. ആണ്ടവർ നമ്മുടെ ഉള്ളിൽ താൻ വാസം പണുന്നത്. അന്നേരം ആണ്ടവർ നമ്മൾ ഉള്ളിൽ വാസം പണുമ്പോൾ നമ്മൾ എന്നാ പണണം? നമ്മൾ ഗീതങ്ങൾ പാടിടണം, അല്ലെങ്കിൽ അവനെ സ്തുതിക്കണം, അവനെ നന്ദി കരയറ്റണം. അത് നമ്മൾ പണ്ണുമാ. അത് പണ്ണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തപ്പുതാൻ പണിത്. നമ്മൾ ഈ വേല ചെയ്ത് നമ്മൾ എന്തിനാ കാലം മുതൽ സായങ്കാലം വരെ വേല പണിത്? ഈ സാരായം കുടിക്കാൻ വേണ്ടിത്താൻ, കള്ള് കുടിക്കാൻ വേണ്ടിത്താൻ, അതായത് തണ്ണി ഊത്താൻ വേണ്ടിത്താൻ നമ്മൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ആ പൈസ നമ്മൾ കൊണ്ടുവന്ന് അത് ദൈവത്തിന് സ്തുതി പണി, ദൈവത്തിന് സ്തോത്രം ചൊല്ലി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കൊടുക്കുമ്പോൾ കുടുംബം രക്ഷപ്പെടും, നിൻ്റെ മക്കൾ രക്ഷപ്പെടും. അവർ കള്ള് കുടിക്കാതെ. കാരണം നീ കള്ള് കുടിച്ച് വരുമ്പോൾ അവരെന്നാ വിചാരിക്കുന്നത്? അപ്പൻ കള്ള് കുടിക്കുന്നത്, അതായത് തണ്ണി ഊത്ത്, അതുകൊണ്ട് അത് നല്ലതാൻ, അതുകൊണ്ട് ഞാനും ഊത്തിടാം. അവൻ വലുതാകുമ്പോൾ എന്നെ പണിടും. അവനും കള്ള് ഊത്തിടുമ്പോൾ അവൻ എന്നെ പണിടും. അവൻ തപ്പായ രീതിയിൽ അവൻ നടന്നിടും. അവൻ തപ്പായ രീതിയിൽ നടക്കുമ്പോൾ എന്നെ പറ്റും? എங்கே പോകുന്നു അവൻ്റെ വഴി? എങ്ങോട്ട്? നരകത്തിലേക്കുള്ള വഴി, സാത്താൻ്റെ വഴി തന്നെ അവൻ പോകുന്നത്. ഇங்கே നമ്മൾ ഈ 3 വചനം നമ്മൾ വാസിച്ചാച്ച് ഇங்கே சொல்லுது, നമ്മൾ തണ്ണി ഊത്തി മത്തരാവാതെ, നമ്മൾ കള്ള് കുടിച്ച് മത്തരാവാതെ. അതുകൊണ്ട് എന്ത് പറ്റും? ദുർനടപ്പുണ്ടാവും. ആ ദുർനടപ്പ് മാത്രമല്ല, പിന്നെ എന്നാണ് വലുത്? നമ്മൾ എന്നാ പണണം? നമ്മൾ ആത്മാവിൽ നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ പാടിടണം. ആണ്ടവരെ നമ്മൾ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടണം. ആണ്ടവരുടെ നാമം മഹിമപ്പെടും മാറാട്ടെ. ഞാനിങ്ങെ നിർത്തുക. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഏത് വഴിയിലേ പോകുന്നത് അത് നമ്മൾ പാത്ത് ആണ്ടവരെ നമുക്ക് സ്തുതിച്ചിടാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടട്ടെ. ആമേൻ.